എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ 25-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുൻപായിട്ട് വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം അതായത് 25-ാം തീയതി വൈകിട്ട് 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ അഡ്മിഷൻ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഓണേഴ്സ് ബിരുദ ഏകജാലക എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ തുടർന്ന് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യും. സർവകലാശാലയിൽ അടക്കേണ്ട ഫീസ് ഓൺലൈനിൽ അടക്കുകയും ചെയ്യേണ്ടതാണ്. പൊതുവിഭാഗത്തിൽ ഉൾപ്പെട്ടവർ 1418 രൂപയും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ 50 രൂപയുമാണ് ഫീസ് അടക്കേണ്ടത്. സ്ഥിരപ്രവേശനമോ താൽക്കാലിക പ്രവേശനമോ നേടാൻ സൗകര്യമുണ്ട്. ഇതിനായിട്ട് മോഡ് ഓഫ് അഡ്മിഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. 1-ാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഒഴികെയുള്ളവർക്ക് താൽക്കാലിക പ്രവേശനം നേടാം. 1-ാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരും സ്ഥിരപ്രവേശനം എടുക്കേണ്ടവരും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത ശേഷം കോളേജുമായി ബന്ധപ്പെട്ട് കോളേജിൽ അടക്കേണ്ട ഫീസിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കോളേജിൽ നേരിട്ട് ഹാജരായി ജൂൺ 25-ന് വൈകുന്നേരം 4-ന് മുമ്പായിട്ട് നിശ്ചിത ഫീസ് അടച്ച് പ്രവേശനം നേടണം. താൽക്കാലികമായിട്ട് പ്രവേശനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ നിശ്ചിത സർവകലാശാല ഫീസ് ഓൺലൈനിൽ അടച്ച് ഏകജാല പ്രവേശനത്തിൻ്റെ പോർട്ടലിൽ ടെമ്പററി അഡ്മിഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. തുടർന്ന് കോളേജുമായി ബന്ധപ്പെട്ട് ജൂൺ 25-ന് വൈകുന്നേരം 4-ന് മുമ്പ് നിങ്ങളുടെ പ്രവേശനം ഉറപ്പുവരുത്തേണ്ടതാണ്. താൽക്കാലിക പ്രവേശനം നേടുന്നതിന് വിദ്യാർത്ഥികൾ കോളേജിൽ ഫീസ് അടക്കേണ്ടതില്ല. 1-ാം അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം എടുത്തവർക്ക് 2-ാം അലോട്ട്മെൻറ്റിലും അതേ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് തന്നെയാണെങ്കിൽ ഇത്തരക്കാർ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. എന്നാൽ ഇത്തരക്കാർ നിലവിലെ പ്രോഗ്രാമിൽ തന്നെ സ്ഥിരപ്രവേശനം നേടണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ അപേക്ഷയിൽ ലോഗിൻ ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികൾ മോഡ് ഓഫ് അഡ്മിഷൻ പെർമനൻറ്റ് സെലക്ട് ചെയ്ത് ശേഷം കോളേജിൽ നേരിട്ട് ഹാജരായി സ്ഥിരപ്രവേശനം നേടേണ്ടതാണ്. അതുപോലെ തന്നെ പ്രവേശനം എടുത്ത ശേഷം തെളിവായി കൺഫർമേഷൻ സ്ലിപ്പ് കോളേജിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ടതാണ്. ഈ ഒരു സ്ലിപ്പ് പോർട്ടലിൽ ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്രവേശനം എടുക്കുന്നവർ കോളേജുമായി ബന്ധപ്പെട്ട് പ്രവേശനം വെരിഫൈ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതാണ്. 1-ാം ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഈ ഒരു വിഭാഗങ്ങൾക്കായിട്ടുള്ള 1-ാമത്തെ പ്രത്യേക അലോട്ട്മെൻറ്റ് വരെ താൽക്കാലിക പ്രവേശനത്തിൽ തുടരാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച ശേഷം ജൂൺ 25-ന് വൈകുന്നേരം 4-ന് മുമ്പായിട്ട് തന്നെ ബന്ധപ്പെട്ട കോളേജുകളിൽ പ്രവേശനം നേടാത്തവരുടെ അലോട്ട്മെൻറ്റ് റദ്ദാക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്നിങ്ങനെയൊക്കെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ അഡ്മിഷൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഡോക്യുമെൻറ്റുകൾ എടുക്കണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, സർട്ടിഫിക്കറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്, TC, സ്വഭാവ സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങളുടെ +2-ൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഇക്വലൻസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾ ഈ ഒരു HSC, VHSC, അതുപോലെ തന്നെ CBSE, THSC, അതുപോലെ CISE അതുപോലെ ഉള്ള ബോർഡുകളിൽ നിന്നല്ല നിങ്ങൾ പാസ്സായിട്ടുള്ളതെങ്കിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി നൽകുന്ന എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർക്ക് വേണം. അത് കേരളത്തിന് പുറത്ത് +2 പഠിച്ചവരാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും, SC/BC അതായത് OBC വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റുമാണ് വേണ്ടത്. EWS വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്ക് ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റും അത് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻറ്റോ വെയിറ്റേജോ മറ്റോ ഉണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകളാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും ഏതെങ്കിലും ഓപ്ഷൻ വേണ്ട ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം 26-ാം തീയതി വരെയാണുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഓപ്ഷൻസ് സേവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.